ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളിലെ 1ാമത്തെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ടാൻജൻസ് എന്ന പോർഷൻസ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ടാൻജൻസ് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് റൂൾസുകളൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അത് നമുക്കൊന്ന് മനസ്സിലാക്കണം. കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് വരച്ച് പഠിക്കാനുള്ളതുണ്ട്. വരച്ച് പഠിക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കെയിലും പെൻസിലും കോമ്പസും ഒക്കെ വേണം. അതോടൊപ്പം നമുക്ക് സെറ്റ് സ്ക്വയറും കൂടെ ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന പോർഷൻസ് ആണല്ലോ ഇത്. അപ്പോൾ അതിനകത്ത് 10 മാർക്കിൽ കൂടുതൽ ചോദിക്കുന്ന ചാപ്റ്ററുകളിലെ ഒരു ചാപ്റ്ററാണിത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 10 മാർക്കിൽ കൂടുതലാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അതേപോലെ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്, 10 മാർക്കിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ചാപ്റ്റേഴ്സും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ട്രിഗ്നോമെട്രി എന്ന ത്രികോണമിതി എന്ന ചാപ്റ്റർ, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന ചാപ്റ്റർ, പിന്നെ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന ചാപ്റ്റർ. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമ്മൾ 10 മാർക്കിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് A+ന് വേണ്ടി ട്രൈ ചെയ്ത് പഠിക്കുക. ആദ്യം തൊട്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക. എഴുതി പഠിക്കാനുള്ളത് എഴുതിയും വരച്ച് പഠിക്കാനുള്ളത് വരച്ചും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടാൻജൻസ് പറയുന്നതിന് മുമ്പ് സർക്കിൾസിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ ആവശ്യമുള്ളതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതൊരു സർക്കിളാണ്. സർക്കിളിന്റെ സെന്റർ ആണ് ഈ ഡോട്ട്. അതായത് സർക്കിൾ വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ മെറ്റൽ ടിപ്പ് വെക്കുന്ന സ്ഥലം, അതാണ് നമ്മുടെ സെന്റർ അഥവാ കേന്ദ്രം. ഇനി ആ സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ദൂരം, അതാണല്ലോ റേഡിയസ്. നമുക്ക് ഇതിനെല്ലാം പേര് കൊടുത്തു പോകാം. ഒ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ അറിയാവുന്നതാണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. കേന്ദ്രം അഥവാ സെന്റർ. OA എന്ന് പറയുന്നത് ആരം അഥവാ റേഡിയസ്. ഇനി ആ കേന്ദ്രത്തിൽ കൂടെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു വര വരച്ചിട്ടുണ്ട്. അപ്പം ഞാനതിന് പേര് കൊടുക്കുന്ന PQ എന്നാണ്. ആ PQ ആണ് നമ്മുടെ വ്യാസം അഥവാ ഡയമീറ്റർ. പിന്നെ നമുക്കറിയാവുന്ന സെന്ററിൽ കൂടെ പാസ് ചെയ്യാതെ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ, അതിൻ്റെ എൻഡ് പോയിന്റ്സ്, 2 അറ്റങ്ങളും സർക്കിളിലാണ് താനും. XY എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ XY എന്ന് പറയുന്നത് ഞാൻ അഥവാ കോഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. പിന്നെ അറിയാവുന്ന എന്താണ്, ഈ OPയും റേഡിയസ് ആണ്, OQയും റേഡിയസ് ആണ്. അപ്പൊ 2 റേഡിയസ് ചേരുമ്പോഴാണ് ഒരു ഡയമീറ്റർ ആകുന്നത്. അത് ഒറ്റ സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുകയും വേണം, അപ്പോഴാണ് അത് ഡയമീറ്റർ ആകുന്നത്, അല്ല. ഇനി ഞാൻ ഈ ഡയമീറ്ററിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്ന 2 സൈഡിലേക്കും നീട്ടി വരയ്ക്കാൻ പോവാണ്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഈ Pയുടെ പോയിന്റ് മാറ്റാതെ ഞാൻ ഈ Q എന്ന പോയിന്റിനെ കുറച്ച് മുകളിലോട്ട് മാറ്റിയാൽ അത് P ഫിക്സ്ഡ് ആക്കി വെച്ചുകൊണ്ട് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇതാ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഇനി ആ P വീണ്ടും ഫിക്സ് ചെയ്തുകൊണ്ട് വേറെ സ്ട്രെയിറ്റ് ലൈൻ, നമുക്ക് എത്ര സ്ട്രെയിറ്റ് ലൈൻസ് വേണമെങ്കിലും വരയ്ക്കാം, അല്ലെ? ആ P എന്ന പോയിന്റിൽ കൂടെ തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. പക്ഷെ ഈ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം സർക്കിളിലെ 2 ബിന്ദുക്കളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, 2 പോയിന്റ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഈ P ഫിക്സ്ഡ് ആണ്, പിന്നെ ബാക്കി പോയിന്റ്സ് നോക്കിയാൽ മതിയല്ലോ. ഈ പോയിന്റിൽ കൂടെ പോകുന്നുണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ, ഈ പോയിന്റിൽ കൂടെ പോകുന്നുണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ, ഈ പോയിന്റിൽ കൂടെ പോകുന്നുണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ, ഇതിൽ കൂടെ പോകുന്നുണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെ നമുക്ക് ഏത് വര എടുത്താലും അങ്ങനെ പോകും. പക്ഷെ ഒരൊറ്റ വര, അതായത് ഇങ്ങനെ ആ P ഫിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വര വരച്ചാല്, ഇപ്പം വരച്ച ഈ ചുവന്ന കളറിലെ വര ഈ P എന്ന പോയിന്റിൽ കൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ, അല്ലെ? അതായത് സർക്കിളിലെ വേറെ ഒരൊറ്റ പോയിന്റിൽ കൂടെയും പോകുന്നില്ല. അങ്ങനെയുള്ള വരയ്ക്ക് പറയുന്ന പേരാണ് ടാൻജൻസ് അഥവാ തൊടുവര. ടാൻജന്റ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണ്? സർക്കിളിലെ ഒരു പോയിന്റ് എടുക്കുക, അത് ആ പോയിന്റിൽ കൂടെ മാത്രം, സർക്കിളിലെ വേറെ ഒരൊറ്റ പോയിന്റുമായിട്ട് ടച്ച് ചെയ്യാതെ കടന്നു പോകണം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് ടാൻജന്റ് എന്ന് പറയുന്നത്.
അങ്ങനെ ഏത് പോയിന്റ്, ഇപ്പൊ ക്യൂയിൽ കൂടെ നമുക്ക് വരയ്ക്കാം, ടാൻജന്റ് വരയ്ക്കാം. ക്യൂ എന്ന പോയിന്റിൽ കൂടെ വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ആ ഒരൊറ്റ പോയിന്റിൽ കൂടെ പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യത്തുള്ളൂ. ടച്ച് ചെയ്ത് പോകുന്നു, തൊട്ടങ്ങ് പോവുകയാണ് ആ വര, അല്ലാതെ വേറൊരു സർക്കിളിലെല്ലാം ഒരൊറ്റ പോയിന്റുമായിട്ട് പോകുന്നില്ല. അതിനാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഇനി ആ ടാൻജന്റ് ഇവിടെ പടത്തിൽ തന്നെ നോക്കി അറിയാം. ഈ ഒ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് അഥവാ ആരമാണ് അല്ലെ. അത് ഈ ടാൻജന്റിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടേ ഇരിക്കത്തുള്ളൂ, അതായത് 90 ഡിഗ്രി ആയിട്ടേ വരത്തുള്ളൂ അല്ലെ. കാരണം 90-ൽ കുറവ് 1 ഡിഗ്രി കുറഞ്ഞാൽ അത് ആ സർക്കിളിൽ വേറൊരു പോയിന്റിൽ ടച്ച് ചെയ്ത് പോകും. ക്ലിയർ ആയോ? അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലായോ? അപ്പൊ അതിൽ നമുക്ക് എന്ത് എഴുതാം? The tangent at a point on a circle is perpendicular to the diameter through that point. ഡയമീറ്റർ ആണെങ്കിലും റേഡിയസ് ആണെങ്കിലും അതിന് പെർപെൻഡിക്കുലർ. കാരണം ഡയമീറ്റർ റേഡിയസിന് അപ്പുറത്തെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴല്ലേ ഡയമീറ്റർ കിട്ടുന്നത് അല്ലെ. ഡയമീറ്റർ ആണെങ്കിലും റേഡിയസ് ആണെങ്കിലും അതിന്റെ ആ സർക്കിളിൽ ടച്ച് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ വരയ്ക്കുന്ന ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ ആയ? വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര, അപ്പൊ ഈ ക്യൂ എന്ന ബിന്ദുവിൽ കൂടെയുള്ള വരച്ചിരിക്കുന്ന ഈ ചുവന്ന കളറിലെ തൊടുവര, ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം, ആ ബിന്ദുവിൽ കൂടെയല്ല ഈ പി ക്യൂ എന്ന വ്യാസം പോയിരിക്കുന്നത്, അതിന് ലംബമാണ്, പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പോയിന്റ്സ് പഠിച്ചു? 2 കാര്യങ്ങളാണ് പഠിച്ചത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിൽ ഒരു ബിന്ദു എടുക്കുക, ആ ഒരൊറ്റ ബിന്ദുവെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകാവുള്ളൂ, തൊട്ട് പോകാവുള്ളൂ. സർക്കിളിലെ വേറൊരു ബിന്ദുവായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്താണ് പഠിച്ചത്? ഈ ടാൻജന്റ് അഥവാ ഈ ടാൻജന്റ് റേഡിയസിനും അല്ലെങ്കിൽ ഡയമീറ്ററിനും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ആ തൊടുവര വ്യാസത്തിന്, ആ ഏത് പോയിന്റിൽ കൂടെയാണോ കടന്നുപോയത് തൊടുവര, ആ പോയിന്റിൽ കൂടെയുള്ള വ്യാസം അഥവാ ആരത്തിന് ലംബമാണ്, 90 ഡിഗ്രി ആയിട്ട് വരത്തുള്ളൂ. ഈ 2 പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഒരു ചോദ്യം, വരയ്ക്കാനുള്ള ഒരു ചോദ്യം ചെയ്യാം. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഇതുപോലൊരു ഫിഗർ തരും, ആ ഫിഗർ നോക്കി അതേ അളവിൽ നമ്മൾ വരയ്ക്കണം. അതായത് ഇവിടെ 2 സെന്റിമീറ്റർ ആരം അഥവാ റേഡിയസ് ഉള്ള ഒരു വൃത്തമാണ് വരച്ചിരിക്കുന്നത്. അതിലെ റേഡിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ അറ്റത്തുനിന്ന് ഒരു തൊടുവര ടാൻജന്റ് പോയിട്ടുണ്ട്. പിന്നെ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടും കൂടെ വരയ്ക്കുമ്പോൾ അത് തമ്മിൽ ചേരുന്ന കോണിന്റെ അളവ് 25 ഡിഗ്രി ആകുകയും വേണം. ആ ഒരു അളവ്, കറക്റ്റ് അളവിൽ നമുക്ക് വരയ്ക്കണം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് സർക്കിൾ വരയ്ക്കണം. റേഡിയസ് 2 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചാൽ നമുക്ക് ഇതുപോലെ റേഡിയസ് മുകളിലേക്ക് വരയ്ക്കാം, നമുക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക്. എന്ന് വെച്ചാൽ അളവ് അറിയത്തില്ലല്ലോ, എങ്ങോട്ടാണ് എത്ര ആംഗിളിൽ വേണമെന്നോ അങ്ങനൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ വരച്ചു, റേഡിയസ് വരച്ചു, 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതാണല്ലോ, ഈ പോയിന്റിൽ കൂടെയാണല്ലോ നമുക്ക് ടാൻജന്റ് അഥവാ തൊടുവര വരയ്ക്കേണ്ടത്. അത് ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ്. ആ തൊടുവര ഈ ആരത്തിന് ലംബമാണ്. അപ്പൊ ലംബം വരയ്ക്കാനായിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ വേണം, സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്കറിയാം 2 സെറ്റ് സ്ക്വയർ നമ്മുടെ ജോമെട്രി ബോക്സിലുണ്ട്. ഇതിലെ ഒരു വശം ഈ ആരത്തേലോട്ട് ചേർത്ത് വെക്കുക. ഏത് പോയിന്റിൽ കൂടെയാണോ ടാൻജന്റ് വരയ്ക്കേണ്ടത് ആ പോയിന്റ് ഈ കോർണറിൽ വരുന്ന രീതിയിലും വെക്കുക. കണ്ടോ? പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇനി ടാൻജന്റ് വരയ്ക്കാം. ടാൻജന്റ് വരച്ചാലും ഇപ്പൊ നമുക്കറിയാം ഇവിടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ആംഗിൾ 25 ഡിഗ്രി വരണം. അപ്പൊ ഇവിടെ 25 വരണം, ഇവിടെ നമുക്ക് 90 അറിയാം അല്ലെ. അപ്പൊ 90 + 25 എത്രയാണ്? ഇതെന്താണേലും ഒരു ത്രികോണം അഥവാ ട്രയാങ്കിൾ ആണല്ലോ. 90 + 25 എന്ന് പറഞ്ഞാൽ 115 ആണ് അല്ലെ. ഈ 115 180-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ 180-ൽ നിന്ന് 115 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് കിട്ടും അല്ലെ. അപ്പൊ ആ കോണിന്റെ അളവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കാമല്ലോ. അത് എത്രയാന്ന് നമുക്ക് നോക്കാം. 65 ഡിഗ്രി അല്ലെ. അപ്പൊ ഇവിടെ ഒരു 65 ഡിഗ്രി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
എന്ത് കിട്ടും, ഈ ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഇവിടെ കറക്റ്റ് 25 ഡിഗ്രി വരികയും ചെയ്യും. അതിനുവേണ്ടി പ്രൊട്രാക്ടർ എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം. ഇപ്പം 65 ആണ് വേണ്ടത്. പ്രൊട്രാക്ടറിൻ്റെ ഈ നടുക്കത്തെ പോയിന്റ് സെൻറ്ററിൽ വെക്കുക. ആ സ്ട്രെയിറ്റ് ലൈൻ, അതായത് റേഡിയസ് ടച്ച് ചെയ്യുന്ന ബേസ് ലൈൻ എടുക്കുക. അവിടെ നിന്ന് 0 തുടങ്ങുക. 0, 10, 20, 30, 40, 50, 60, 65 അല്ലേ? ഇതാണ് ആ പോയിന്റ്. ഇതാ നമുക്ക് കറക്റ്റ് 25 കിട്ടി, 20യുടെയും 30യുടെ ഇടയ്ക്ക്. അപ്പോൾ ഈ ആംഗിള് 25 ഡിഗ്രിന്ന് കിട്ടി. ഇത് നമുക്ക് എടുത്തത് എത്രയാണ്? 65 ഡിഗ്രിയാണ് നമ്മൾ എടുത്തത്. ഇനി ഇതേപോലത്തെ വേറൊരു ചോദ്യം തരാം. ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് സർക്കിളിന്റെ റേഡിയസ് 2.5 സെന്റിമീറ്റർ ആണ്. ആ സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം 5 സെന്റിമീറ്റർ. ആ 5 സെന്റിമീറ്റർ കറക്റ്റ് അവിടെ നിന്നും റേഡിയസിന്റെ എൻ പോയിന്റും തമ്മിൽ വരയ്ക്കുമ്പോൾ അത് ടാൻജന്റ് ആയിട്ട് വരണം. ആ ഒരു രീതിയിൽ വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമുക്ക് ആദ്യം വരയ്ക്കാം. കോമ്പസിൽ 2.5 എടുക്കുക, സർക്കിൾ വരയ്ക്കുക, റേഡിയസ് അങ്ങോട്ട് മാർക്ക് ചെയ്യാം 2.5 സെന്റിമീറ്റർ. ഇനി നമുക്കറിയാവുന്ന പോയിന്റ് എന്താണ്? ഈ റേഡിയസും ഈ ടാൻജന്റും ലംബമാണ്. റേഡിയസും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. ആരവും തൊടുവരയും ലംബമാണ്. അപ്പൊ ഇവിടെയാണല്ലോ തൊടുവര വരയ്ക്കേണ്ടത്. സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാമല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? സെൻട്രലിൽ നിന്ന് ഈ ടാൻജന്റിലോട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ നീളം 5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുക്കുക. കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്തു. അത് സെൻട്രലിൽ കുത്തിയിട്ട് മെറ്റൽ ടിപ്പ് സെൻട്രലിൽ വെച്ചുകൊണ്ട് ആർക്ക് വരയ്ക്കുക. ആ പോയിന്റുമായിട്ട് സെന്ററിനെ ജോയിൻ ചെയ്യാം. കണ്ട കറക്റ്റ് 5 സെന്റിമീറ്റർ ഈ സെന്ററും ഈ പോയിന്റ്, ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റും തമ്മിൽ 5 സെന്റിമീറ്റർ ആയി. അപ്പൊ ഇത് 5 സെന്റിമീറ്റർ എന്ന് എഴുതാമല്ലോ. നമുക്ക് ഇതിന് സ്റ്റെപ്പ് വേണമെങ്കിൽ സ്റ്റെപ്പ് തരാം. അപ്പൊ ഈ ഓരോ പോയിന്റ്സിന് ഞാൻ പേരിട്ട് കൊടുക്കാം. അപ്പൊ സ്റ്റെപ്പ് എഴുതാൻ എളുപ്പമാണ്. OAB. ഞാൻ സ്റ്റെപ്സും കൂടെ സൈഡിൽ എഴുതാം. ആദ്യം നമ്മൾ സർക്കിൾ വരയ്ക്കുക. റേഡിയസ് OA ആണ്. 2.5 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡ്രോ എ ടാൻജന്റ് ത്രൂ എ എന്ന പോയിന്റിൽ കൂടെ ഒരു ടാൻജന്റ് വരയ്ക്കണം. അത് എങ്ങനെയാ വരയ്ക്കുന്നത്? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് എന്താ? ടേക്ക് 5 സെന്റിമീറ്റർ ഇൻ ദ കോമ്പസ് ആൻഡ് മാർക്ക് ദ പോയിന്റ് B ഫ്രം ദ സെന്റർ. അതായത് കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഈ സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ അകലത്തിൽ ആർക്ക് വരയ്ക്കുമ്പോൾ B എന്ന പോയിന്റ് കിട്ടും. മനസ്സിലായല്ലോ? ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ചോദ്യമാണ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? സെന്ററിൽ നിന്ന് പുറത്തെ ഒരു പോയിന്റിലേക്കുള്ള ദൂരം 4 സെന്റിമീറ്റർ ആണ്. ആ പോയിന്റിൽ നിന്ന് ഈ ചെരിഞ്ഞിരിക്കുന്ന തൊടുവര അഥവാ ടാൻജന്റിന്റെ നീളം 2 സെന്റിമീറ്റർ ആണ്. ആ ഒരു അളവിൽ സർക്കിൾ വരയ്ക്കണം. സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ടോ? സർക്കിളിന്റെ ആരം തന്നിട്ടില്ല, റേഡിയസ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. സർക്കിൾ വരയ്ക്കാനുള്ള അളവുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വൃത്തം വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഇതുപോലെ ചെരിച്ച് 2 സെന്റിമീറ്റർ വരയ്ക്കുക. എന്തുമാത്രം ചെരിക്കണമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഏകദേശം നമുക്ക് ഒരു 2 സെന്റിമീറ്റർ ചെരിച്ച് സ്കെയിൽ കൊണ്ട് വരയ്ക്കാം. വരച്ചല്ലോ. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഈ റേഡിയസും ഈ ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. ആരവും തൊടുവരയും ലംബങ്ങളാണ്. അപ്പൊ നമുക്ക് ആ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് നമുക്ക് ലംബം ഒന്ന് വരയ്ക്കാം. വരച്ചല്ലോ. ഇനി നമുക്കറിയാവുന്ന എന്താണ്? ഈ സർക്കിളിന്റെ സെന്ററും ഈ തൊടുവര ടാൻജന്റിന്റെ എൻ പോയിന്റും തമ്മിലുള്ള ദൂരം 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ, 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തു. എന്നിട്ട് ഈ 2 സെന്റിമീറ്റർ എന്നുള്ളതാണല്ലോ ടാൻജന്റ്. അതിന്റെ ഈ എൻ പോയിന്റിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ക്ലിയർ ആയോ? കണ്ടല്ലോ, 4 സെന്റിമീറ്റർ ആണല്ലോ. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കണ്ടായോ? സർക്കിൾ വരയ്ക്കും. നമുക്ക് ഇപ്പൊ കിട്ടിയത് എന്താണ്? ഇതെന്താണ്?
അതായത് ഈ അളവ് തരാത്ത വശം എന്താണ്? റേഡിയസ് ആണ് അല്ലെ. ആ റേഡിയസ് കോമ്പസിൽ എടുത്തിട്ട് സർക്കിൾ വരച്ചാൽ പോരെ. അതായത് ഈ മെറ്റൽ ടിപ്പ് ഇവിടെ വെക്കുക, പെൻസിൽ ടിപ്പ് ഇവിടെയും വെക്കുക, എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. കിട്ടിയില്ലേ? സർക്കിൾ കിട്ടിയില്ലേ? ഈ ഫിഗറിനേക്കാൾ ചെരിഞ്ഞിരിക്കുന്നെന്ന് മാത്രമല്ലേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഈ 3 ചോദ്യങ്ങളും പഠിക്കുക. ഇതിന്റെ സ്റ്റെപ്സ് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 2 സെന്റിമീറ്റർ. അതിന് പേര് കൊടുക്കാം. എൻ്റെ പേരാണ് AB. മനസ്സിലായല്ലോ? പിന്നെന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് എഴുതാം? അറ്റ് A ഡ്രോ എ പെർപെൻഡിക്കുലർ. എങ്ങനെയാണ് ലംബം വരച്ചത്? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ലംബം വരച്ചു. അതായത് ഇവിടെ 90 ഡിഗ്രി കിട്ടി. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത് എന്താ ചെയ്ത്? ബിയിൽ നിന്ന് 4 സെന്റിമീറ്റർ വരയ്ക്കുക. ഡ്രോ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 4 സെന്റിമീറ്റർ ഫ്രം ബി. ബിയിൽ കുത്തി 4 സെന്റിമീറ്റർ അളവെടുത്തിട്ട് ഒരു ചാപം വരയ്ക്കുന്നു. നാലാമത്തെ പോയിന്റ് എന്താ? മീറ്റിംഗ് പോയിന്റ് ഈസ് O. അതെന്താണ്? സെന്റർ ആണ് അല്ലേ? O എന്താണ്? സെന്റർ അഥവാ കേന്ദ്രമാണ്. എന്നിട്ട് Aയോട് അളവെടുത്തിട്ട് സർക്കിൾ വരയ്ക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് OA. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ എന്തൊക്കെയാണ് തന്നിരുന്നത്? റേഡിയസും തന്നു, ആ പുറത്തെ പോയിന്റിലെ ആംഗിളും തന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താണ് തന്നത്? റേഡിയസും പുറത്തെ പോയിന്റിലേക്കുള്ള ദൂരവുമാണ് തന്നത്. മൂന്നാമത്തെ പോയിന്റിൽ എന്താണ്? റേഡിയസ് ഇല്ല, പുറത്തെ പോയിന്റിലേക്കുള്ള ദൂരവും ടാൻജന്റിന്റെ നീളവുമാണ് തന്നത്. അപ്പൊ 3 വരച്ചു പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ ചെയ്യാം.